ഈ കൽപ്പറ്റ SKMJ സ്കൂളിൽ ഒരു താൽക്കാലിക ഹെലിപ്പാഡ് തയ്യാറാക്കി ഉന്നത ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന പോലീസിൻ്റെ അതുപോലെ ആർമിയുടെയും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ നിൽപ്പുണ്ട്. ഈ സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ നല്ല ചെറിയ മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഹെലികോപ്റ്റർ കാലാവസ്ഥാ പ്രശ്നത്തിൽ പെടുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നല്ല വെയിൽ തെളിഞ്ഞ് ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ അല്പസമയത്തിനുള്ളിൽ ഹെലികോപ്റ്റർ എത്തും. അതിനുശേഷം ആർമിയുടെ സ്പെഷ്യൽ കമാൻഡോകളും അതുപോലെ തന്നെ സംസ്ഥാന പോലീസിലെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ അംഗങ്ങളും അതുപോലെ ഈ പ്രദേശങ്ങൾ അറിയാവുന്ന, അതായത് പ്രത്യേകിച്ച് സൂചിപ്പാറ മുതൽ ചാലിയാർ വരെയുള്ള വനപ്രദേശങ്ങളിലെ വഴികളൊക്കെ അറിയാവുന്ന വനംവകുപ്പിലെ വാച്ചർമാരെയൊക്കെ ഈ സംഘത്തിലുണ്ട്. അവർക്ക് രാവിലെ എങ്ങനെയാണ് ഈ ഹെലികോപ്റ്ററിൽ കയറി അവിടെ ഇറങ്ങേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ ഒരു പരിശീലന ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം അവരെ ഇവിടെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഇനി ഹെലികോപ്റ്റർ വന്നാൽ ഈ പ്രദേശങ്ങളിൽ ഇവരെ റോപ്പിൽ ഹെലികോപ്റ്ററിന് താഴേക്ക് ഇറക്കി വിടും. പ്രത്യേകിച്ച് ഇന്ന് നടത്താനിരിക്കുന്ന ഈ പരിശോധന അതിതീവ്രമായ പരിശോധനയാണ്. കാരണം ഒരുപക്ഷെ ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഉള്ളൊരു അവസാന ശ്രമം സർക്കാർ നടത്തുകയാണ്. കാരണം ഈ പുഴയോരങ്ങൾ, പ്രത്യേകിച്ച് സൂചിപ്പാറ മുതൽ ചാലിയാർ വരെയുള്ള ഈ പുഴയോരങ്ങൾ, നദീതീരങ്ങളിൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്നുള്ള ഒരു തെരച്ചിലാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലേക്ക് എത്തുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനുഷ്യ സാധ്യമല്ല. തന്നെയല്ല, മൃതദേഹങ്ങൾ കണ്ടെടുത്താൽ പോലും അത് ഹെലികോപ്റ്ററിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ദിവസം നീളുന്ന ഒരു തീവ്ര പരിശോധനയ്ക്കാണ് സർക്കാർ ഒരുങ്ങിയിരിക്കുന്നത്. കാരണം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ സേതുരാമൻ IPS അതുപോലെ ലഫ്റ്റനന്റ് കേണൽ ആർമിയെ പ്രതികരിച്ചുള്ള ഋഷി അദ്ദേഹമൊക്കെ പറയുന്നത് എല്ലാ സാധ്യതകളും സർക്കാർ നടത്തുകയാണ് ഈ പരിശോധനയുടെ ഭാഗമായി. കാരണം നിരവധി മൃതദേഹങ്ങൾ ഇനിയും കിട്ടാനുണ്ട്. അതുകൊണ്ട് അവരുടെ ബന്ധുക്കളൊക്കെ ആശങ്കയിലാണ്. ഇപ്പോൾ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയാൽ പോലും DNA പരിശോധനയിലൂടെ അത് ആരുടെയാണെന്ന് കണ്ടെത്താനുള്ള ഒരു സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള, അതായത് ഈ കാണാതായവരുടെ ബന്ധുക്കളെ പോലും അവർക്ക് പോലും ഒരു തൃപ്തി വരുന്ന തരത്തിൽ പരിശോധന നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് ഇതിൽ വൈദഗ്ധ്യമുള്ള അംഗങ്ങളെ വെച്ചിട്ട് നദീതീരങ്ങളിൽ ഒരു പരിശോധനയ്ക്ക് ഒരുങ്ങുന്നത്. ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ ഗ്രൗണ്ടിലുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗത്ത് നല്ല മഴയുണ്ട്, ചെളിയാണ്. അപ്പോൾ ബാക്കിയുള്ള പ്രദേശങ്ങളിൽ പുല്ലൊക്കെ വെട്ടി റെഡിയാക്കിക്കൊണ്ട് ഹെലിപ്പാഡ് തയ്യാറാക്കിയിരിക്കുകയാണ്. 8:30 തന്നെ ഹെലികോപ്റ്റർ എത്തി ദൗത്യത്തിന് തുടക്കമിടും എന്നാണ് പറയാൻ കഴിയുന്നത്. ഇവിടെ ഇന്ത്യൻ ആർമിയും സംസ്ഥാന പോലീസും റവന്യൂ വകുപ്പൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത്തരം ദുരന്തമുഖങ്ങളിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു സംയുക്ത ഓപ്പറേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഹെലികോപ്റ്റർ എത്തും. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞ് ഇവിടെ ഹെലികോപ്റ്ററിൽ കയറാനുള്ള സംഘാംഗങ്ങളും ഒക്കെ റെഡിയായി കഴിഞ്ഞു.